ഒ.ജെ. ജനീഷിനെതിരെ ഡിവൈഎഫ്ഐ നേതാവ് എൻ.വി. വൈശാഖൻ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റ് എസ്.എൻ.ഡി.പിയെ അപകീർത്തിപ്പെടുത്തുന്നതായെന്ന് യുവമോർച്ച നേതാക്കൾ. ഒരേ സമയം സാമുദായിക സംഘടനകളിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഉൾപ്പെടുന്നവരെ അപമാനിക്കുന്നതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് നേതാക്കൾ. കൊടുങ്ങല്ലൂർ മുതൽ മാള വരെ ആവേശക്കടലൊരുക്കി ഷാഫി പറമ്പിൽ. ഒ.ജെ. ജനീഷ് റോഡ് ഷോ. കേരളത്തിൽ ഭരണമാറ്റം ഉറപ്പാണെന്നും ഇത്തവണ കൊടുങ്ങല്ലൂരിൽ ഒ.ജെ. ജനീഷ് വിജയിക്കുമെന്നും ഷാഫി പറമ്പിൽ എം.പി. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനം തിരൂരിൽ കൊടിയേറി. സമ്മേളന നഗരിയായ തിരൂർ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ അബൂബക്കർ സിദ്ദിഖ് പതാക ഉയർത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഒ.ജെ. ജനീഷിനെതിരെ ഡിവൈഎഫ്ഐ നേതാവ് എൻ.വി. വൈശാഖൻ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റ് എസ്.എൻ.ഡി.പിയെ അപകീർത്തിപ്പെടുത്തുന്നതായെന്ന് യുവമോർച്ച നേതാക്കൾ മാളയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഒരേ സമയം സാമുദായിക സംഘടനകളിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഉൾപ്പെടുന്നവരെ അപമാനിക്കുന്നതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് നേതാക്കൾ പറഞ്ഞു. ജനീഷിനെ ആദരിച്ച യൂത്ത് മൂവ്മെന്റ് ഫോട്ടോ ഉദ്ധരിച്ചാണ് വൈശാഖൻ മറ്റൊരു രാഷ്ട്രീയ പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം 2025 ഒക്ടോബർ 20 ഒ.ജെ. ജനീഷിനെ എസ്.എൻ.ഡി.പി യൂത്ത് മൂവ്മെന്റ് മാള യൂണിയൻ കമ്മിറ്റി ആദരിച്ചിരുന്നു. പ്രസ്തുത വാർത്താ ചാനലുകളിലും വാർത്താ മാധ്യമങ്ങളിലും വന്നിരുന്നു. ഈ വാർത്ത ഉയർത്തിക്കാട്ടി യുവമോർച്ച ജില്ലാ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാളനയിക്കുന്ന കിനാശ്ശേരി എന്ന അടിക്കുറിപ്പോടുകൂടി ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന എൻ.വി. വൈശാഖൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പും പ്രസിദ്ധീകരിച്ചിരുന്നു. കുറിപ്പ് വൈറലായതോടെ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണെന്ന് ചൂണ്ടിക്കാട്ടി യുവമോർച്ച രംഗത്തെത്തിയിരിക്കുന്നത്. ഫോട്ടോയിൽ ഉൾപ്പെട്ട അഡ്വക്കേറ്റ് വിഷ്ണു പ്രസാദ് യുവമോർച്ചയുടെ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അതേസമയം വിഷ്ണു പ്രസാദ് എസ്.എൻ.ഡി.പി മാള യൂണിയൻ യൂത്ത് മൂവ്മെന്റ് കമ്മിറ്റി അംഗം കൂടിയാണ്. ഒരേ സമയം രാഷ്ട്രീയ പ്രവർത്തനത്തിലും സാമുദായിക സംഘടനകളിലും പ്രവർത്തിക്കുന്നവരെ അപമാനിക്കുന്ന നടപടിയാണ് വൈശാഖന്റെ FB പോസ്റ്റ് എന്ന് യുവമോർച്ച നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന പദവി വഹിക്കുന്നതോടൊപ്പം തന്നെ എസ്.എൻ.ഡി.പി മാള യൂണിയന്റെ യൂത്ത് മൂവ്മെന്റിന്റെ വൈസ് പ്രസിഡന്റ് എന്ന ഒരു ചുമതല കൂടി വഹിക്കുന്നുണ്ട്. അത്തരമൊരു പരിപാടിയുടെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും അറിയാം, നാട്ടുപ്രദേശങ്ങളിൽ ഓരോ സമുദായ സംഘടനകളും എസ്.എൻ.ഡി.പി ആകാം, KPMS ആകാം, NSS ആകാം, ഇത്തരത്തിലുള്ള എല്ലാ സമുദായ സംഘടനകളും, ഇനിയിപ്പോ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെടുന്ന മറ്റു സംഘടനകൾ, അതേപോലെ മുസ്ലിം സമുദായത്തിലെ മറ്റു സംഘടനകളെല്ലാം കൃത്യമായ രീതിയിൽ അതത് പ്രദേശങ്ങളിലെ ആളുകളെ, അത് +2 A+ കിട്ടുന്ന ആളുകളുണ്ടാകും, LLBക്കും മെഡിസിനും ഒക്കെ എൻട്രൻസ് എഴുതി പാസ്സാകുന്ന ആളുകളുണ്ടാവും. ഇത്തരത്തിൽ സമൂഹത്തിൽ നിരവധിയായിട്ടുള്ള രീതിയിൽ അംഗീകാരം ലഭിക്കുന്ന ആളുകൾക്കെതിരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കെതിരെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ രാജനീതിയിലും അനുമോദനങ്ങളൊക്കെ നൽകുന്ന ഒരു പരിപാടി ഉണ്ടാകും. അന്ന് നിരവധിയായിട്ടുള്ള ആളുകളെ ആ ഭാഗമായിട്ട് ആദരിച്ചിരുന്നു. അതിന്റെ കൂട്ടത്തിൽ നടന്ന ഒരു സാധാരണ പ്രവൃത്തിയെ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടി എടുത്തുപയോഗിച്ചിരിക്കുകയാണ്. പഴയ ജില്ലാ സെക്രട്ടറി നിലവിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് തരംതാഴ്ത്തപ്പെടലിന് വിധേയമായി നിലവിൽ ഒരു ചുമതലയില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തനിക്ക് കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയെയും പരിവാർ സംഘടനകളെയും BJPയും എല്ലാം പൊതുജനത്തിന് മുമ്പിൽ താറടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ബോധപൂർവ്വം നടത്തിയുള്ള ശ്രമമാണ്. ഈ ശ്രമങ്ങൾക്കെതിരെ കൃത്യമായ രീതിയിൽ നിയമപരമായും രാഷ്ട്രീയമായും മറുപടി നൽകുന്നതാണ്. പ്രസ്തുത പോസ്റ്റ് എസ്.എൻ.ഡി.പിയെ കൂടി അപകീർത്തിപ്പെടുത്തുന്നത് ആയിപ്പോയി എന്ന് നേതാക്കൾ പറഞ്ഞു. യുവമോർച്ച സൗത്ത് ജില്ലാ പ്രസിഡന്റ് KM ലാൽ, യുവമോർച്ച സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി PS വിഷ്ണു പ്രസാദ്, BJP മാള മണ്ഡലം ജനറൽ സെക്രട്ടറി CS അനുമോദ് എന്നിവർ മാളയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. മീഡിയ ടൈം മാള. കൊടുങ്ങല്ലൂർ മുതൽ മാള വരെ ആവേശക്കടലൊരുക്കി ഷാഫി പറമ്പിൽ ഒ.ജെ. ജനീഷ് റോഡ് ഷോ. വഴിനീളെ ആയിരങ്ങളാണ് ഷാഫി പറമ്പിലിനെയും UDF സ്ഥാനാർത്ഥി ഒ.ജെ. ജനീഷിനെയും കാണാനായി എത്തിയത്. കേരളത്തിൽ ഭരണമാറ്റം ഉറപ്പാണെന്നും ഇത്തവണ കൊടുങ്ങല്ലൂരിൽ ഒ.ജെ. ജനീഷ് വിജയിക്കുമെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. കേരളത്തിൽ ഭരണമാറ്റം ഉറപ്പാണെന്നും ഇത്തവണ കൊടുങ്ങല്ലൂരിൽ ഒ.ജെ. ജനീഷ് വിജയിക്കുമെന്നും ഷാഫി പറമ്പിൽ MP. കഴിഞ്ഞ 10 വർഷത്തെ മണ്ഡലത്തിലെ വികസന മുരടിപ്പിനുള്ള മറുപടി ജനം നൽകുമെന്നും ഒ.ജെ. ജനീഷിലൂടെ പുരോഗതിയും മാറ്റവും മണ്ഡലത്തിലെത്തുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയുന്നു,
ലീഡറുടെ മണ്ഡലമൊക്കെ ഇനി തിരികെ പിടിക്കാതെ മറ്റൊരാൾക്ക് പോകരുത് എന്നുള്ളത്. മാളയുടെ ഒരു മാണിക്യം ഈ നാടിനോളം വളർന്നതും നാടിന് മേൽവിലാസമായതും ഒക്കെ നമ്മുടെ സിരകളിൽ ഇന്നും ഓടുന്ന രക്തത്തിൽ അത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കലർന്നിട്ടുണ്ടെങ്കിൽ, ആ മാളയുടെ ഈ കൊടുങ്ങല്ലൂരിന്റെ അതിന്റെ മുഴുവൻ ലെഗസിയും തിരിച്ചു പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ മാറ്റണം എന്നുള്ളതാണ്. മാത്രമല്ല, പ്രസ്ഥാനം തോറ്റ് തകർന്ന് തരിപ്പണമായൊരു കാലത്ത് ഈ പ്രസ്ഥാനത്തെ തിരികെ കൊണ്ടുവരാൻ ലീഡർ എന്ന പേര് കേൾക്കാൻ കാരണമായ ആ തിരിച്ചുവരവിന്റെ കാലത്തെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ 10 വർഷത്തിന് ശേഷം പാർട്ടി തിരിച്ചു വരണമെന്ന് പ്രവർത്തകരും, മുന്നണി തിരിച്ചു വരണമെന്ന് പ്രവർത്തകരും, നാട്ടിൽ ഭരണം മാറണമെന്ന് ജനങ്ങളും ആഗ്രഹിക്കുന്നു. ഈ നാട്ടിൽ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി കൊടുങ്ങല്ലൂരിലെ ജനതയും ആഗ്രഹിക്കുമ്പോ കേരളത്തിന്റെ നിയമസഭക്കകത്ത് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലാൻ സ്പീക്കർ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിക്കേണ്ട പേര് OJ ജനീഷ് എന്നായിരിക്കണമെന്നുള്ളത് അത് ഈ നാടിന്റെ തീരുമാനമായി മാറണം. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് OJ ജനീഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടന്ന റോഡ് ഷോയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഷാഫി പറമ്പിൽ. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും റോഡ് ഷോയിൽ പങ്കെടുത്തു. സ്ഥിതി മെച്ചപ്പെടുത്താനല്ല ജനീഷ് കൊടുങ്ങല്ലൂരിൽ മത്സരിക്കുന്നത്, വിജയിക്കാനാണ്. പാഴായ 10 വർഷങ്ങൾക്കുള്ള മറുപടിയായിരിക്കും കൊടുങ്ങല്ലൂർക്കാർക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. കൊടുങ്ങല്ലൂർ കാവിൽ കടവ് ട്രസ്റ്റ് ബിൽഡിംഗ് പരിസരത്ത് നിന്നും തുടങ്ങി ചന്തപ്പുര നാരായണമംഗലം വഴി കരൂപ്പടന്നയും കോണത്തുകുന്നും വെള്ളാങ്ങല്ലൂരും പുത്തൻചിറ മങ്കിടിയും അഷ്ടമിച്ചിറയും കടന്നാണ് റോഡ് ഷോ മാളയിൽ അവസാനിച്ചത്. വഴിനീളെ ആയിരങ്ങളാണ് ഷാഫി പറമ്പിലിനെയും UDF സ്ഥാനാർത്ഥി OJ ജനീഷിനെയും കാണാനെത്തിയത്. മീഡിയ ടൈം, മാള. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനം തിരൂരിൽ കൊടിയേറി. സമ്മേളന നഗരിയായ തിരൂർ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ അബൂബക്കർ സിദ്ദിഖ് പതാക ഉയർത്തി. ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്. പാറുപതാക പറക്കുപതാകെ, വാനിൽ ഉയർന്നു പറക്കുപതാകെ, ഇനിയും ഉറക്കെ, ഏറെ ഉറക്കെ. കണ്ണൂർ കൂത്തുപറമ്പിൽ നിന്നും COA എക്സിക്യൂട്ടീവ് അംഗം M മൻസൂർ ഫ്ളാഗ് ഓഫ് ചെയ്ത കൊടിമരജാഥയും തൃശൂരിൽ നിന്ന് COA എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്ത പതാകജാഥയും തിരൂർ നഗരത്തിൽ സംഗമിച്ചു. തുടർന്ന് സംയുക്ത ജാഥയായി പൊതുസമ്മേളന നഗരിയായ തിരൂർ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ എത്തുകയായിരുന്നു. കൊടിമരജാഥയുടെ നായകൻ സംസ്ഥാന സെക്രട്ടറി സിബി PS-ൽ നിന്നും സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കൊടിമരം ഏറ്റുവാങ്ങി. പതാകജാഥയുടെ നായകൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ നിന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് പതാകയും ഏറ്റുവാങ്ങി. നാളെ വൈകിട്ട് 4-ന് തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും കേരളത്തിന്റെ 14 ജില്ലകളിലെയും കലാരൂപങ്ങളുടെ അകമ്പടിയോടെ സാംസ്കാരിക ഘോഷയാത്ര നടക്കും. ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാർ പങ്കെടുക്കും. തുടർന്ന് മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിക്കും. മന്ത്രി വി അബ്ദുറഹ്മാൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 29-30 തീയതികളിൽ പ്രതിനിധി സമ്മേളനം തിരൂർ ബിയാൻകു കാസ്ലിൽ നടക്കും. ഡോക്ടർ വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്യും. VKC റസാഖ് മുഖ്യ അതിഥിയാകും. 5000-ഓളം ഓപ്പറേറ്റർമാരെ പ്രതിനിധീകരിച്ച് 300 പേർ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. LPG ക്ഷാമത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ച ഹോട്ടലുകൾ തുറന്നു തുടങ്ങി. സിലിണ്ടറുകളുടെ ക്ഷാമം മൂലം നേരിടുന്ന പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പ്രഭാത ഭക്ഷണത്തിന് 1-2 വിഭവങ്ങളും ഉച്ചയൂണും മാത്രമാണ് നിലവിൽ ഭൂരിഭാഗം ഹോട്ടലുകളിലും ഉള്ളത്. സിലിണ്ടറുകളുടെ ക്ഷാമം മൂലം നേരിടുന്ന പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. വിറകടുപ്പ്, ഇൻഡക്ഷൻ കുക്കർ, ലഭ്യമാകുന്ന പാചകവാതകം തുടങ്ങിയവ ഉപയോഗിച്ചാണ് പാചകം. പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ കടകൾ സ്ഥിരമായി അടച്ചിടുന്നത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നതിനാലാണ് ബദൽ മാർഗങ്ങൾ സജ്ജമാക്കി തുറന്നിരിക്കുന്നത്. കടകൾ തുറന്നെങ്കിലും വിഭവങ്ങൾ കുറവാണ്. ഭക്ഷണ സാധനങ്ങൾക്ക് വില ഉയർത്തിയത് സാധാരണക്കാരായ ജനങ്ങൾക്ക് തിരിച്ചടിയായി. പ്രഭാത ഭക്ഷണത്തിന് 1-2 വിഭവങ്ങളും ഉച്ചയൂണും മാത്രമാണ് നിലവിൽ ഭൂരിഭാഗം ഹോട്ടലുകളിലും ഉള്ളത്. 30% വരെയാണ് പലയിടങ്ങളിലും വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. മീഡിയ ടൈം, കൊച്ചി.
മാള ഹോളി ഗ്രേസിന്റെ ക്യാമ്പസിൽ നിർമ്മാണം പൂർത്തിയായ ടർഫ് കോർട്ടിന്റെ ഉദ്ഘാടനം മാർച്ച് 30-ാം തീയതി നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വൈകിട്ട് 6:30 ഫുട്ബോൾ രംഗത്ത് മാളയിലെ ചാമ്പ്യന്മാരായിരുന്നവർ സംയുക്തമായി ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് മുൻ സന്തോഷ് ട്രോഫി താരം PV സന്തോഷ് നയിക്കുന്ന തൃശൂർ വെറ്ററൻസ് ടീമും മുൻ സീനിയർ മലപ്പുറം ടീം ക്യാപ്റ്റൻ M നജീബ് നയിക്കുന്ന മലപ്പുറം വെറ്ററൻസ് ടീമും തമ്മിലുള്ള ആദ്യ പ്രദർശന മത്സരം നടത്തും. വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ ജെയിംസ് മാളിയേക്കൽ, ജോളി വടക്കൻ, ആന്റണി മാളിയേക്കൽ എന്നിവർ പങ്കെടുത്തു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 4 വയസ്സുകാരൻ മരിച്ചു. പള്ളിപ്പുറം പുതുവൽവെളി ജിഷ്ണുവിൻ്റെയും ബബിതയുടെയും മകൻ അൻവിതാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയത്. കഴിഞ്ഞ ദിവസം അച്ഛൻ ജിഷ്ണുവിനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ എതിർദിശയിൽ നിന്ന് വന്ന ഓട്ടോറിക്ഷ ഇടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതിരപ്പിള്ളിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ മലപ്പുറം പാണ്ടിക്കാട് നിന്നും അറസ്റ്റ് ചെയ്തു. മലപ്പുറം പാണ്ടിക്കാട് മൂരിപ്പാടം സ്വദേശി കുന്നുമേൽ വീട്ടിൽ നൌഷാദ്, ഒടുമിലാശ്ശേരി വീട്ടിൽ മുഹമ്മദ് അൻഷിഫ് എന്നിവരാണ് പിടിയിലായത്. കറുകുറ്റി സ്വദേശി മാളിയേക്കൽ വീട്ടിൽ ഡേവിസിന്റെ ഉടമസ്ഥതയിലുള്ള 30,000 രൂപ വില വരുന്ന യൂണിക്കോൺ മോട്ടോർ സൈക്കിളാണ് കണ്ണംകുഴിയിലുള്ള റിസോർട്ട് പരിസരത്തു നിന്നും പ്രതികൾ മോഷ്ടിച്ചത്. അറസ്റ്റ് ചെയ്ത നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിന്റെ വിജയത്തിനായി മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വനിതാ റാലിയും കൺവെൻഷനും സംഘടിപ്പിച്ചു. 100 കണക്കിന് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. വാദ്യമേളങ്ങളും മുത്തുക്കുടകളും റാലിക്ക് മോടിയേകി. തുടർന്ന് നടന്ന കൺവെൻഷൻ ബെന്നി ബഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുസി സുനിൽ അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി ഷിഫ സന്തോഷ്, നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ്, കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണൻ, കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ, എബി ജോർജ്, VO പൈലപ്പൻ എന്നിവർ സംസാരിച്ചു. LDF കയ്പമംഗലം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. TV സുരേഷ് ബാബു അധ്യക്ഷനായി. സ്ഥാനാർത്ഥി KK വത്സരാജ്, INL ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, PM മുഹമ്മദ്, നൂറുൽ ഹുദ, IS കാസിം, NK സുരേഷ്, റഹീം, MD സുരേഷ്, ജോഷി എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ ജനകീയ പരിസ്ഥിതി നയരേഖ സംബന്ധിച്ച ചർച്ചാ സമ്മേളനം ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ നടന്നു. കവി PB ഋഷികേശൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീധർ രാധാകൃഷ്ണൻ വിഷയാവതരണം നടത്തി. CS മീനാക്ഷി, US അജയ്കുമാർ, PM പുഷ്പാങ്കദൻ, ഫാദർ വർഗീസ് പാത്താടൻ, VK ശ്രീധരൻ, വിനിത ചോലയാർ, സുരേഷ് മുട്ടത്തി, ജയൻ ജോസഫ് പട്ടത്ത്, മൂരാരി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. അതിരപ്പള്ളി പഞ്ചായത്തിൽ ലോക ക്ഷയരോഗ ദിനാചരണം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി 100 കർമ്മ പരിപാടി പ്രഖ്യാപനവും ബോധവൽക്കരണവും നടത്തി. വെറ്റിലപ്പാറ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി അതിരപ്പള്ളി പോലീസ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ഖാദർ ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടത്തിയ ബോധവൽക്കരണ പരിപാടി ചാർപ്പ റേഞ്ച് ഓഫീസർ VB അഖിൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ MS കൃഷ്ണ അധ്യക്ഷനായി. ഡോക്ടർ PR മനീഷ, ഡോക്ടർ KK സ്മിത, KB രാജുമോൻ, MV രാജപ്പൻ എന്നിവർ സംസാരിച്ചു. എൽത്തുരുത്ത് ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കാവടിയാട്ടം വർണ്ണാഭമായി. ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീലകത്തേക്ക് എഴുന്നള്ളിപ്പ്, പഞ്ചവിംശതി കലശാഭിഷേകം, മഹാഭിഷേകങ്ങൾ, ശീവേലി എഴുന്നള്ളിപ്പ്, കാവടിയാട്ടം എന്നിവ നടന്നു. CK നാരായണൻകുട്ടി ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വേൽത്തൊട്ട് നമസ്കാരം എന്നിവയും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. OJ ജനീഷിനെതിരെ DYFI നേതാവ് NV വൈശാഖൻ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റ് SNDPയെ അപകീർത്തിപ്പെടുത്തുന്നതായെന്ന് യുവമോർച്ച നേതാക്കൾ. ഒരേ സമയം സാമുദായിക സംഘടനകളിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഉൾപ്പെടുന്നവരെ അപമാനിക്കുന്നതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് നേതാക്കൾ. കൊടുങ്ങല്ലൂർ മുതൽ മാള വരെ ആവേശക്കടലൊരുക്കി ഷാഫി പറമ്പിൽ. OJ ജനീഷ് റോഡ് ഷോ. കേരളത്തിൽ ഭരണമാറ്റം ഉറപ്പാണെന്നും ഇത്തവണ കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ് വിജയിക്കുമെന്നും ഷാഫി പറമ്പിൽ MP. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനം തിരൂരിൽ കൊടിയേറി. സമ്മേളന നഗരിയായ തിരൂർ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ അബൂബക്കർ സിദ്ദിഖ് പതാക ഉയർത്തി.
ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.